ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ വനംവകുപ്പ് വാച്ചർ കൊല്ലപ്പെട്ടു. ശാന്തൻപാറ പന്നിയാർ എസ്റ്റേറ്റ് അയ്യപ്പൻകുടി സ്വദേശി ശക്തിവേലാണ് കൊല്ലപ്പെട്ടത്. പന്നിയാർ എസ്റ്റേറ്റിലെത്തിയ കാട്ടാനക്കൂട്ടത്തെ ഓടിക്കാനെത്തിയതായിരുന്നു ശക്തിവേൽ. പ്രിൻസ് ചേരുന്നു. പ്രിൻസ്, സങ്കടകരമായ സംഭവമാണ്. എപ്പോഴായിരുന്നു ശക്തിവേലിന്റെ ഈ അപകടമുണ്ടായത്? മറ്റു വിവരങ്ങൾക്ക് പുലർച്ചെ 6:30ക്കും 7:00നും ഇടയിലായാണ് അപകടം നടന്നതായാണ് സൂചന. എന്നാൽ നാട്ടുകാർ ഈ വിഷയം അറിയുന്നത് സംഭവമായി ഉച്ചയ്ക്ക് 12 മണിയോടെയാണ്. രാവിലെ ഈ മേഖലയിൽ അരിക്കൊമ്പൻ എന്ന ഒറ്റയാനും ഒറ്റ 3 കാട്ടാനകൾ എന്നൊരു കൂട്ടവും വിവിധ മേഖലകളിലായി ചുറ്റിത്തിരിയുന്നുണ്ടായിരുന്നു. ഇത് ഈ വിവരം നാട്ടുകാർ അറിഞ്ഞതോടെ ശക്തികൾ ഇവയെ നിരീക്ഷിക്കുന്നതിനായി ഈ പ്രദേശത്തേക്ക് പോവുകയായിരുന്നു. ഇപ്പം അത്തരത്തിൽ ഈ കാട്ടാനക്കൂട്ടത്തിൽ നിരീക്ഷിക്കാൻ പോയ സമയത്ത് ഇവയുടെ മുൻപിൽ അകപ്പെട്ട് ഇരിക്കാമെന്നാണ് കരുതുന്നത്. രാവിലെ കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെട്ടിരുന്നതിനാൽ ആനയെ ദൂരെ നിന്ന് കാണാൻ സാധിച്ചില്ല എന്നും കരുതുന്നു. എന്തായാലും ശക്തികളിലെ കാണാതെ കുറെ നേരം കഴിഞ്ഞും തിരിച്ച് കാണാതായതോടെ നാട്ടുകാരും ബന്ധുക്കളും പരിശോധന നടത്തുകയും ഈ ശക്തികൾ ഒഴിച്ചിരുന്ന സ്കൂട്ടർ ഈ തേയിലത്തോട്ടങ്ങൾക്ക് സമീപത്ത് നിന്ന് കണ്ടെത്തുകയും ചെയ്തു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് തെരുവുകൾക്കിടയിൽ ഇങ്ങനെ ഇത്തരത്തിൽ മരിച്ചു കിടക്കുന്ന ഒരു സംഭവം കണ്ടെത്തിയത്. ഉടനെ തന്നെ വനംവകുപ്പിനെ അറിയിച്ചു. എന്തായാലും വനംവകുപ്പ് ഇക്കാര്യത്തിൽ സംഭവം അറിഞ്ഞുകൊണ്ട് വനംവകുപ്പ് എത്തുകയും മറ്റു നടപടികൾ സ്വീകരിക്കുന്നതിന് മുൻപ് തന്നെ ഇവിടുന്ന് മൃതദേഹം കൊണ്ടുപോയി എന്ന തരത്തിലുള്ള ആരോപണവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. കാരണം പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ ഇവിടുന്ന് കൊണ്ടുപോയി. തുടർച്ചയായി കാട്ടാന ആക്രമണം ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് ഇവിടം. ആനയിറങ്ങൾ ജലാശയത്തോടും മതികെട്ടാൻ ദേശീയോദ്യാനത്തോടും ചേർന്ന പ്രദേശം. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം കാട്ടാനാക്രമണം ഉണ്ടായിരിക്കുന്ന ഒരു മേഖലയാണ്. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ഏകദേശം 40-ലധികം ജീവനുകളാണ് ഈ ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളിലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. വനംവകുപ്പിന് എന്ത് നടപടിയിലേക്കാണ് കടക്കുക? തീർച്ചയായും വലിയ ഒരു പ്രതിഷേധം വീണ്ടും ഉയരുന്നൊരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. ജനങ്ങൾ ദേശീയപാത ഉപരോധമടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് സൂചന. കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായ സാഹചര്യങ്ങളിൽ ദേശീയപാത ഉപരോധവും വനംവകുപ്പ് ഓഫീസ് ഉപരോധവും അടക്കമുള്ള പ്രതിഷേധങ്ങൾ ജനങ്ങൾ നടത്തിയിരുന്നു. മൃതദേഹവുമായി വനംവകുപ്പ് ഓഫീസിന് മുൻപിൽ ധർണ അടക്കമുള്ള പ്രതിഷേധം ജനങ്ങൾ നടത്തിയിരുന്നു. തുടർന്ന് ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തുമെന്നുമൊക്കെയുള്ള സ്ഥിരം വാഗ്ദാനങ്ങൾ വനംവകുപ്പ് നൽകുകയായിരുന്നു ചെയ്തത്. എന്നാൽ വീണ്ടും ഇത്തരത്തിൽ ആക്രമണങ്ങൾ തുടർച്ചയാകുന്നു. പ്രത്യേകിച്ചും ഇന്ന് പ്രദേശത്ത് കാണപ്പെട്ടു എന്ന് നാട്ടുകാർ പറയുന്ന അരിക്കൊമ്പൻ ഒരാഴ്ചയിടയിൽ പന്നിയാലെ ഒരു റേഷൻ കടയിൽ മാത്രം 3 തവണ ആക്രമണം നടത്തി. ഒപ്പം ഈ കാട്ടാനക്കൂട്ടങ്ങൾ തുടർച്ചയായി ഈ പ്രദേശങ്ങൾ അരിക്കൊമ്പൻ, ചില്ലിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ തുടങ്ങിയ പേരുകൾ അറിയപ്പെടുന്ന ഒറ്റയാന്മാർ സ്ഥിരമായി ഉണ്ടാകുന്നു. ഒപ്പം ഈ തോട്ടം മേഖലയിലേക്ക് കാട്ടാനക്കൂട്ടങ്ങൾ എല്ലാ ദിവസവും തന്നെ എത്തുന്ന ഒരു സാഹചര്യവുമുണ്ട്. വലിയ ഏറ്റവും അധികം രൂക്ഷമായ ഒരു മേഖലയാണ് കാട്ടാനാക്രമണം ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് ഇവിടം. തോട്ടം തൊഴിലാളികൾക്ക് ജോലിക്ക് പോകാൻ പോലും പലപ്പോഴും സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇന്ന് അപകടത്തിൽ മരണപ്പെട്ട ശക്തിവേൽ കാട്ടാനകളെ കുറിച്ച്, ഈ മേഖലയിലെ ആനകളെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. മുൻപ് റോഡിലേക്ക് ഇറങ്ങുന്ന ആനയെ ശാസിച്ച് വീഡിയോ ആയിരുന്നു. പ്രാവീണ്യം നേടിയ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ കൂടിയായിരുന്നു ഈ ശക്തിവേൽ. നന്ദി പ്രിൻസ് വിവരങ്ങൾക്ക്. ഹൈക്കോടതിയിലെ കോഴ വിവാദത്തിൽ അഡ്വക്കേറ്റ് സൈബി കിടങ്ങൂരിനെ ചോദ്യം ചെയ്തു. രഹസ്യ കേന്ദ്രത്തിലാണ് ചോദ്യം ചെയ്തത്. 4 മണിക്കൂറോളമാണ് സൈബി കിടങ്ങൂരിനെ ചോദ്യം ചെയ്തത്. സുബി വിശ്വനാഥൻ ചേർന്നു. സുബി, കൂടുതൽ വിവരങ്ങൾ. ധന്യ, ഹൈക്കോടതി കോഴ വിവാദത്തിൽ പോലീസ് നടത്തുന്നത് പ്രാഥമികമായ അന്വേഷണമാണ്. ആ അന്വേഷണത്തിന്റെ ഭാഗമായി പരാതിക്കാരനായ ആൽവിൻ ആന്റണിയെ ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. സിനിമാ നിർമ്മാതാവാണ് ആൽവിൻ ആന്റണി. ഈ ആൽവിൻ ആന്റണിയുടെ കയ്യിൽ നിന്നാണ് 25 ലക്ഷം രൂപ ജഡ്ജിക്ക് കൊടുക്കാൻ കോഴ നൽകാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സൈബി കിടങ്ങൂർ വാങ്ങിയത്. ഈ സൈബി കിടങ്ങൂരിനെയാണ് ഇന്ന് ചോദ്യം ചെയ്തത്. രാവിലെ 10 മണിയോടുകൂടി സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ എത്താനായിരുന്നു നിർദ്ദേശമെങ്കിലും അദ്ദേഹം എത്തിയില്ല.
എത്തിയില്ല. തുടർന്ന് അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് രഹസ്യ കേന്ദ്രത്തിലാണ് ചോദ്യം ചെയ്യൽ നടന്നത്. പോലീസിന്റെ ട്രെയിനിംഗ് ക്യാമ്പിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നത്. 4 മണിക്കൂർ നേരം ചോദ്യം ചെയ്യൽ നടന്നതായാണ് സിറ്റി പോലീസ് കമ്മീഷണർ നൽകുന്ന വിവരം. ഏതായാലും ഈ ചോദ്യങ്ങളോട്, പോലീസിന്റെ ചോദ്യങ്ങളോട് ഇയാളുടെ പ്രതികരണം നേരത്തെ ഹൈക്കോടതിയുടെ വിജിലൻസ് വിഭാഗത്തിന് നൽകിയ മറുപടി തന്നെയായിരുന്നു. അതായത് താൻ ആൽവിൻ ആന്റണിയിൽ നിന്ന് താൻ വാങ്ങിയിരിക്കുന്നത് ഫീസ് ഇനത്തിലുള്ള തുകയാണ്, അല്ലാതെ ജഡ്ജിക്ക് കോഴ നൽകാൻ എന്ന് പറഞ്ഞ തുകയല്ല താൻ വാങ്ങിയിരിക്കുന്നത് എന്ന നിലപാടിൽ തന്നെ സൈബി കിടങ്ങൂർ ഉറച്ചു നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഹൈക്കോടതി കോഴ വിവാദം വലിയ വ്യാപ്തി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കടക്കുന്നത്. ഏതായാലും 2 ദിവസത്തിനകം തന്നെ പോലീസ് ഇക്കാര്യത്തിൽ ഒരു പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കും. ഈ പ്രാഥമിക റിപ്പോർട്ടിന് ശേഷമായിരിക്കും എഫ്ഐആർ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുക. നന്ദി സുബി. യുവജന കമ്മീഷൻ അധ്യക്ഷയ്ക്കുള്ള ശമ്പള കുടിശ്ശിക ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ചിന്തോ ജെറോമിന്റെ വാദം പൊളിയുന്നു. ശമ്പള കുടിശ്ശിക ആവശ്യപ്പെട്ട് ചിന്താ ജെറോം സർക്കാരിന് അയച്ച കത്ത് പുറത്തുവന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് കത്ത് നൽകിയത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ്. ഈ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചിന്തയ്ക്ക് പണം അനുവദിച്ച് സർക്കാർ ഉത്തരവിറങ്ങിയത്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ഉമേഷ്, ചിന്തയുടെ വാദങ്ങളെല്ലാം പൊളിയുകയാണ്. ഇനി എന്താണ് ഈ കേസിൽ സംഭവിക്കാൻ സാധ്യത? ഇതിലിനി കൂടുതലൊന്നും സംഭവിക്കാനില്ല. കാരണം ചിന്തയ്ക്ക് ഈ കുടിശ്ശിക തുക അനുവദിച്ചപ്പോൾ ഉത്തരവായിട്ടുണ്ട്. ആ കുടിശ്ശിക തുക ചിന്തയ്ക്ക് ലഭിക്കുകയും ചെയ്യും. അതേസമയം ചിന്ത നേരത്തെ അവകാശപ്പെട്ടിരുന്നത് താൻ ഇങ്ങനെ കുടിശ്ശിക തുക ആവശ്യപ്പെട്ടിരുന്നില്ല, മുൻകാല പ്രാബല്യം ആവശ്യപ്പെട്ടിരുന്നില്ല, ക്രമപ്പെടുത്തൽ മാത്രമാണ്. അതായത് ആദ്യഘട്ടത്തിൽ 2016 ജോയിൻ ചെയ്യുന്ന സമയത്ത് 50,000 രൂപ അത് അഡ്വാൻസ് തുകയായിട്ടാണ് അനുവദിച്ചിരുന്നത്. അത് ക്രമപ്പെടുത്താൻ മാത്രമായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ക്രമപ്പെടുത്തൽ വൈകി. ഈ സാഹചര്യത്തിൽ തൻ്റെ സെക്രട്ടറി സർക്കാർ വീണ്ടും കത്തയച്ചു. ആ കത്തിൽ പറഞ്ഞത് ഈ 2016 മുതൽ 18 വരെയുള്ള ഏകദേശം 16 മാസത്തെ കാലയളവിലെ തുക ക്രമപ്പെടുത്തി നൽകണമെന്നാണ്. അല്ലാതെ ശമ്പള കുടിശ്ശിക ആവശ്യപ്പെട്ടിട്ടില്ല. അത്തരത്തിൽ ശമ്പള കുടിശ്ശിക അത്തരത്തിൽ വലിയൊരു തുക കിട്ടിയാൽ പോലും തങ്ങളത് കയ്യിൽ വെച്ച് ഉപയോഗിക്കുന്ന ഒരു ശീലം തങ്ങൾക്കില്ല എന്നും അത്തരത്തിൽ തുക കിട്ടിയാൽ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുമെന്നുമായിരുന്നു അന്ന് ചിന്ത പറഞ്ഞത്. എന്തായാലും ആ വാദമാണ് ഇവിടെ പൊളിയുന്നത്. ചിന്താ ജെറോം സ്വന്തം പേരിലയച്ച, സെക്രട്ടറിയുടെ പേരിലുമല്ല സ്വന്തം പേരിലയച്ച കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് 2016 10 മാസം മുതൽ 2018 വരെയുള്ള കുടിശ്ശിക തുക അനുവദിച്ചു നൽകണമെന്ന് തന്നെയാണ് ഈ കത്തിൽ പറയുന്നത്. നന്ദി ഉമേഷ്. തൃക്കാക്കര നഗരസഭ പ്രത്യേക കൌൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്പോര. സെക്രട്ടറിയെ മാറ്റാനുള്ള പ്രമേയം പ്രതിപക്ഷ എതിർപ്പിനിടെ പാസാക്കി. ഞാനിപ്പോൾ ചെയ്തു. ഡാനി, തൃക്കാക്കര നഗരസഭയിൽ പ്രമേയം പാസാക്കി കഴിഞ്ഞു. പ്രതിപക്ഷത്തിന് ഇനി എന്ത് ചെയ്യാൻ സാധിക്കും? തൃക്കാക്കര നഗരസഭയിലാണ് പ്രത്യേക കൌൺസിൽ യോഗത്തിൽ വാക്പോരുണ്ടായിരിക്കുന്നത്. ഭരണപ്രതിപക്ഷ കൌൺസിലർമാർ തമ്മിൽ തർക്കമായിരുന്നു. അതിനുശേഷം നഗരസഭാ അംഗം മാധ്യമങ്ങളോട് പ്രതികരിക്കും.
ഇത് 25/1 ഇന്നാണ് 2 മണി 2:30 കൗൺസിൽ യോഗം വിളിച്ച നോട്ടീസ് തന്നത്. ആ നോട്ടീസിൽ ഞങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ ഇത് ഉന്നയിച്ചതാണ്. ഏതൊരു അജണ്ട തയ്യാറാക്കുമ്പോൾ അതിൻ്റെ സെക്ഷൻ വേണം, അജണ്ട നമ്പർ വേണം. ഇതൊന്നും പാലിക്കാതെയാണെന്ന് സെക്രട്ടറിയെ മാറ്റാൻ പ്രത്യേക ഒരു കൗൺസിൽ കൂടി തീരുമാനിച്ചത്. അതിലാണ് ഈ പെശക് കണ്ട് ഞങ്ങൾ തിരുത്തി ഞങ്ങൾ ചോദിച്ചതിലവർ അപ്പം തന്നെ ഇത് അജണ്ട പാസ്സായെന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന ഒരു വിഷയമുണ്ടായത്. ഇപ്പോൾ ഈ സെക്രട്ടറിയെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് നാളെ ഇപ്പോൾ മുനിസിപ്പൽ ഭരണം 2.5 കൊല്ലം ആകാൻ പോവുകയാണ്. ആ 2.5 കൊല്ലം ആകുമ്പോൾ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ ഭരണപക്ഷം അധികാരത്തിലേറിയിട്ട് ഏതാണ്ട് ഒറ്റ വികസന പ്രവർത്തനം ഏതാണ്ട് ഒരു കല്ല് പോലും വെക്കാൻ ഈ ഭരണസമിതിക്ക് കഴിച്ചില്ല. ആകെ നടന്നത് അഴിമതിയാണ്. ഈ അഴിമതിക്കെല്ലാം നിരന്തരമായി പത്രമാധ്യമങ്ങളും സുഹൃത്തുക്കളും അറിയാവുന്നതാണ്. ഓരോ അഴിമതിക്കും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച് എണ്ണി പുതിയ സെക്രട്ടറി മാറി വന്നപ്പോൾ അഴിമതി നടത്താൻ സെക്രട്ടറി കൂട്ടുന്നില്ല. അതിൻ്റെ വൈരാഗ്യത്തിലാണ് ഇപ്പോൾ സെക്രട്ടറിയെ മാറ്റാൻ ധൃതി പിടിച്ച് തീരുമാനമെടുത്തത്. അങ്ങനെ കൗൺസിൽ വരാത്ത കാര്യം പോലും അജണ്ട പുറത്തിറങ്ങുമ്പോഴത്തേക്കും അജണ്ട തിരുത്തി കൗൺസിൽ പാസ്സാക്കാത്ത സാധനം വരെ പാസ്സാക്കി കൊണ്ടുവരുമ്പോൾ സെക്രട്ടറി ഒപ്പിടും. അതുപോലെ തന്നെ ഇവിടെ ഒട്ടനവധി വർക്കുകൾ വാർഡിലെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർക്കുകൾ, അതിലൊരു മോണിറ്ററിംഗ് കമ്മിറ്റിയുണ്ട്. ആ മോണിറ്ററിംഗ് കമ്മിറ്റി UDFൻ്റെ അംഗങ്ങളാണ്. ആ കോൺട്രാക്ടർമാർ ഇഷ്ടം പോലെ പൈസ മേടിച്ചുകൊണ്ട് ആ വർക്ക് അനധികൃതമായി ചെയ്തുകൊണ്ട് സെക്രട്ടറി അടുത്ത് ചെന്നപ്പോൾ ആ സെക്രട്ടറി അത് ഒപ്പിട്ട് കൊടുക്കാത്തതുകൊണ്ട് തന്നെ സെക്രട്ടറിയെ മാറ്റാൻ ഒരു തീരുമാനമെടുത്തു. അങ്ങനെ ഭൂരിപക്ഷം അഭിപ്രായം ഉണ്ടെങ്കിൽ സെക്രട്ടറിയെ മാറ്റാം എന്നുള്ള ഇതോടുകൂടിയാണ് തുടങ്ങി. അപ്പോൾ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്ത സെക്രട്ടറിയെ ഉള്ളൂ. ഞങ്ങളിതോ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് കൗൺസിൽ തുടങ്ങുമ്പോൾ ഇതെല്ലാം ചോദിക്കാമെന്നുള്ള ഉദ്ദേശത്തോടെ നിൽക്കുമ്പോഴാണ് അജണ്ട പെട്ടെന്ന് ഒറ്റയടിക്ക് പാസ്സാക്കി ഈ ഉന്നയിച്ച വിഷയങ്ങൾ. ഇപ്പോൾ അത് സൂപ്രണ്ട് സെക്രട്ടറിയെ ഫുൾ ചാർജ് കൊടുത്തിട്ടുണ്ട്. സൂപ്രണ്ട് ഇപ്പോൾ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും മുമ്പാകെ സൂപ്രണ്ട് ഇപ്പോൾ സമ്മതിച്ച് ആ അജണ്ട തയ്യാറാക്കുമ്പോൾ അതിൽ ഫയൽ നമ്പർ വേണം, അതോടൊപ്പം തന്നെ ഏത് സെക്ഷനിലാണ് വന്നേക്കണം എന്നുള്ള ഇത് വേണമെന്ന് സൂപ്രണ്ട് ഇപ്പോൾ സമ്മതിച്ചു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അവരത് ഒപ്പിടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെക്രട്ടറി ചാർജാണ് കൊടുത്തത്. അപ്പോൾ ഈ അഴിമതിക്കെതിരായുള്ള പോരാട്ടം ഇനി സെക്രട്ടറിയെ മാറ്റിയാലും ഇനി വന്നാലും അഴിമതിക്കെതിരെ പോരാട്ടം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇവർ അഴിമതി ഇനിയും നിർബാധം തുടരുമ്പോൾ ഞങ്ങളതിന് ശക്തമായ പ്രതികരിക്കും എന്നാണ് എനിക്കതിൽ പറയാനുള്ളത്. തൃക്കാക്കര നഗരസഭാ പ്രതിപക്ഷാംഗങ്ങൾ പ്രതികരിക്കുകയായിരുന്നു വിഷയത്തിൽ. ഡാനി ഇപ്പോൾ വീണ്ടും ചേരുന്നുണ്ട്. ഡാനി, എന്താണ് പ്രതിപക്ഷം പറയുന്നത്? തൃക്കാക്കര നഗരസഭയിൽ ഭരണ പ്രതിപക്ഷ കൌൺസിലർമാർ തമ്മിൽ കൗൺസിൽ ഹാളിനകത്തും തന്നെ ഉണ്ടായിരുന്നത്. ഡാനി തുടർന്നോളൂ. അതിൻ്റെ ഒരു തുടർച്ച തന്നെയായിരുന്നു ഇന്ന് ഉണ്ടായത്. സെക്രട്ടറിയെ മാറ്റണമെന്നൊരു അടിയന്തര പ്രമേയം കൊണ്ടുവരികയും അതിൻ്റെ ഒരു ചർച്ചയുമാണ് ഈ ദിവസങ്ങളിൽ നടന്നു വന്നിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ചേർന്ന പ്രത്യേക കൗൺസിൽ യോഗം, ഈ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷം വളരെ രൂക്ഷമായിട്ട് തന്നെ ഇതിനെ ചോദ്യം ചെയ്യുകയും ഏത് വകുപ്പ് പ്രകാരമാണ് ഇത് സെക്രട്ടറിയെ മാറ്റാനുള്ളൊരു തീരുമാനത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നൊരു ചോദ്യം ഉന്നയിക്കുകയും, പക്ഷേ അതിന് കൃത്യമായ രീതിയിൽ ഒരു മറുപടി പറയാൻ ഭരണപക്ഷം തയ്യാറായിരുന്നില്ല. പക്ഷേ ഏകപക്ഷീയമായിട്ട് തന്നെ ഇത് പ്രമേയം പാസ്സാക്കുകയും തുടർന്ന് നഗരസഭാ അധ്യക്ഷ ഉൾപ്പെടെയുള്ളവർ ഇറങ്ങിപ്പോവുകയും ചെയ്തു. തുടർന്ന് ഈ സെക്രട്ടറിയുടെ ചുമതലയുള്ള നഗരസഭാ സൂപ്രണ്ടിനെ പ്രതിപക്ഷം തടഞ്ഞുവെച്ചു. ഏത് വകുപ്പ് പ്രകാരമാണ് ഇത്തരമൊരു പ്രമേയം അവതരിപ്പിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് അത്തരം നഗരസഭാ ആസൂത്രണത്തിന് ഈ വകുപ്പുകൾ സെക്രട്ടറിയുടെ ചുമതലയുള്ള സെക്രട്ടറി വ്യക്തമാക്കിയതിനു ശേഷമാണ് അവരെ പോകാൻ അനുവദിച്ചത്. പ്രതിപക്ഷം ഇപ്പോഴും ഇവിടെ തുടരുന്നു. കഴിഞ്ഞ ദിവസങ്ങളായി തുടരുന്ന പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള പോരാ, അതിൻ്റെ ഇടയിലേക്ക് സെക്രട്ടറി തനിക്ക് ജീവന ഭീഷണിയുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് കത്തെഴുതുന്നു. ഇങ്ങനെ നാടകീയ സംഭവങ്ങളുടെ തുടർച്ച തന്നെയാണ് ഇപ്പോഴും തൃക്കാക്കര നഗരസഭയിൽ അരങ്ങേറുന്നത്. പ്രതിപക്ഷമാണ് ഇപ്പോൾ കൗൺസിൽ ഹാളിനകത്തുള്ളത്. ഭരണപക്ഷം അല്പസമയം മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. താഴെ ഭരണപക്ഷം ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് മുദ്രാവാക്യം മുഴക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഈ പതിവ് കാഴ്ചകൾ തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായുള്ള തൃക്കാക്കര നഗരസഭയുടെ പ്രത്യേകതകൾ ഇതൊക്കെ തന്നെയാണ്. ഇത് തുടരുകയും ചെയ്യുകയാണ് തന്നെയാണ്. ശരി, നന്ദി ഡാനി. ഇടവേളയ്ക്ക് ശേഷം ലേഡീസ് മാൻ തുടരും. നാട് വിറപ്പിച്ച് വിലസിയ വില്ലൻ, ഉറക്കം നഷ്ടപ്പെട്ട ധോണി, 15-20 മിനിറ്റ് അകലെ വെച്ചാൽ കാണും. അങ്ങനെ എന്റെ പുറകിൽ വന്നിട്ട് കളിച്ച കുട്ടി തന്നെയാണ്, ഞങ്ങൾക്ക് അതിന് കണ്ടാലറിയാം. സർവ്വസന്നാഹങ്ങൾ ഒരുക്കിയിട്ടും ആദ്യ ദിവസം PT7 പിടിതരാതെ കാടുകയറി.
നാളെ തന്നെ മയക്കുവെടി വെച്ച് PT7 കൂട്ടിലടയ്ക്കാനുള്ള ഓപ്പറേഷനുമായാണ് ദൗത്യമായാണ് മുന്നോട്ട് പോകുന്നത്. പിറ്റേന്ന് PT7 പിടിവീണു. താനെ ഈ സൈഡ് വരാൻ സാധ്യത ഉണ്ട്. സോ നിങ്ങളുടെ സേഫ്റ്റി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം മയക്കുവെടി വെച്ചു എന്നുള്ള വിവരമാണ്. വളരെ വളരെ ശ്രമകരമാണ്. ലോറിയിലേക്ക് PT7 കയറ്റുന്നതിന്റെ കാഴ്ച ആണ് നമ്മൾ കാണുന്നത്. PT7 ലോറിക്കുള്ളിലായി കഴിഞ്ഞിരിക്കുന്നു. PT7 ലോറിക്കുള്ളിലേക്ക് ആയി കഴിഞ്ഞിരിക്കുന്നു. PT7ുമായിട്ട് ഫോറസ്റ്റിന്റെ വാഹനം ഇതാ ജോണി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കുതിച്ചു വരികയാണ്. വളരെ വേഗത്തിൽ പാഞ്ഞു പോവുകയാണ് PT7ുമായിട്ടുള്ള വാഹനം. ഇതാ PT7 കാടിറങ്ങിയ കാലം മുതൽ ധോണിക്കാർക്കൊപ്പം ഞങ്ങളുമുണ്ടായിരുന്നു. ഒടുവിൽ PT7 വലയിലാകുമ്പോൾ വിവരങ്ങളും ദൃശ്യങ്ങളും ആദ്യമെത്തിയതും News 18-ൽ. വരുന്ന വഴിയരികിൽ മുഴുവൻ PT7 കാണുവാൻ വേണ്ടി ആളുകൾ തടിച്ചുകൂടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പോരുമ്പോൾ കണ്ടത്. അക്ഷരാർത്ഥത്തിൽ ഈ ഒരു ദിവസത്തിന് വേണ്ടി ഈ നാട്ടുകാർ കാത്തിരിക്കുകയായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ടീമിന്റെ പ്രാധാന്യമാണത്. സിംഗിൾ പേഴ്സൺസ് എഫേർട്ട്. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ടെക്സ്റ്റ് ബുക്ക് സ്റ്റൈലിലുള്ള ഒരു ക്യാപ്ചറായിരുന്നു. നല്ല വ്യക്തമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നു. ധോണിയെ പ്രശസ്തമാക്കിയ അവൻ ഇനി ധോണി. PT7 എന്ന പേര് മാറ്റി ധോണി എന്ന പേര് ഇടാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി മേലാൽ ഈ ആനക്ക് ധോണി എന്ന പേരാണ് നാമകരണം ചെയ്തിട്ടുള്ളത്. ഇനി ധോണി മെരുകും. കാടിറങ്ങി വിലസുന്നവരെ മെരുക്കാൻ ഇറങ്ങും. ധോണിക്കാർക്ക് സമാധാനമായി ഉറങ്ങാം. News 18 കേരളം, വാർത്തയിലെ നിതാന്ത ജാഗ്രത. ലേഡീസ് ബാങ്ക് തുടരുന്നു. വയനാട് ചേകാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്ക്. വിലങ്ങാടി കോളനിയിലെ ബാലൻ, സഹോദരൻ സുകുമാരൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. രതീഷ് വാസ്തവൻ ചേരുന്നു. രതീഷ്, വീണ്ടും കാട്ടാന ആക്രമണം, എന്താണ് വിവരങ്ങൾ? തന്നെ ചേകാടി എന്നത് കർണാടക അതിർത്തിയിലെ പുൽപ്പള്ളിയിലെ ഒരു വനഗ്രാമമായ ഇടമാണ്. അവിടെ ഈ വനാതിർത്തിയിലാണ് ഈ ആദിവാസി വീടുകളും മറ്റ് ജനവാസ കേന്ദ്രങ്ങളും ഒക്കെ ഉള്ളത്. ഇവിടെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഈ വിലങ്ങാട് കോളനിയിലെ ബാലന്റെ പിതാവ് മരണപ്പെട്ടിരുന്നു. ഇവർക്ക് ശ്മശാനമുള്ളത് വനഭാഗത്തോട് ചേർന്ന് വനത്തിനുള്ളിൽ ഒരു ഭാഗത്താണുള്ളത്. ഈ ഭാഗത്താണ് അവർക്ക് ആദിവാസി വിഭാഗത്തിന് ശ്മശാനം അനുവദിച്ചിട്ടുള്ളത്. ഇവിടേക്ക് ശ്മശാനത്തിന് മറ്റ് മറവ് ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങൾക്കായി പോയപ്പോഴാണ് കാട്ടാന ആക്രമിച്ചത്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് പ്രാഥമികമായ വിവരം. എന്തായാലും ഇവരെ വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പ്രദേശത്ത് കാട്ടാനയുടെ സാന്നിധ്യവും ശല്യവും നിത്യസംഭവമാണ്. എന്തായാലും അപകടത്തിൽപ്പെട്ട ഇവരെ ഇപ്പോൾ വയനാട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു എന്നതാണ് നമുക്ക് നൽകാവുന്ന വിവരം. നന്ദി രതീഷ്. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ശാന്തൻപാറ തൊണ്ടിമലയിൽ നാട്ടുകാർ ദേശീയപാത ഉപരോധിക്കുന്നു. വനംവകുപ്പ് വാച്ചർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് പ്രതിഷേധം. അറിയുന്നത് ഉച്ചയോടെ 12 മണിയോടെയാണ് വാച്ചറെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പ്രിൻസ് ചേരുന്നുണ്ട്. പ്രിൻസ്, സ്ഥലത്ത് വലിയ പ്രതിഷേധമാണ്. സ്വാഭാവികമായിട്ടും നാട്ടുകാർക്ക് അത്തരത്തിലുള്ള ബുദ്ധിമുട്ട്, നിരവധി പേർ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും ആനശല്യത്തിലാണ് ഇവരുടെ ജീവിതം. എന്താണ് പുതിയ വിവരങ്ങൾ? സ്ഥിരമായി കാട്ടാന ആക്രമണം ഉണ്ടാകുന്ന ഒരു പ്രദേശം. തോട്ടം തൊഴിലാളികൾ കൃത്യമായി ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. എല്ലാ ദിവസവും തന്നെ തോട്ടം മേഖലകളിലും കൃഷിയിടങ്ങളിലും ഒക്കെ കാട്ടാനകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നു. വർഷങ്ങളായി ഈ സാഹചര്യമാണ് ആനയിറങ്കൽ ജലാശയത്തിൽ ചേർന്നിട്ടുള്ള ചിന്നക്കനാൾ ശാന്തൻപാറ പഞ്ചായത്തുകളിലും ഒപ്പം നേരത്തെ രാജകുമാരി പഞ്ചായത്തിലുമൊക്കെ അനുഭവപ്പെടുന്നത്. ഈ തോട്ടം മേഖലകളിലെല്ലാം സ്ഥിരം കാട്ടാനശല്യം ഉണ്ടാകുന്നു. നിരന്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ആളുകൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുകയും മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു. ആ സാഹചര്യങ്ങളിലും ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും റോഡ് ഉപരോധം അടക്കമുള്ള പ്രതിഷേധ മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉറപ്പ്
തുടർച്ചയായി ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തും. ഒപ്പം ജനവാസ മേഖലകളിലേക്ക് ആനകൾ കടന്നു വരാതിരിക്കാനുള്ള ഫെൻസിംഗ് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കും. ഒപ്പം ഇവിടുത്തെ കാട്ടാനശല്യം ശാസ്ത്രമായി പരിഹരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതൊക്കെയുള്ള ഉറപ്പ് ഓരോ ഘട്ടത്തിലും വനംവകുപ്പ് നൽകുന്നുണ്ടെങ്കിലും ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് വീണ്ടും ആക്രമണം നടക്കുകയും ശക്തിവേൽ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത്. തുടർന്ന് ജനങ്ങൾ വലിയ ഒരു പ്രതിഷേധത്തിലാണ് ദേശീയപാത ഉപരോധിക്കുന്നത്. തൊണ്ടിമലയിൽ ദേശീയപാത ഉപരോധം ആരംഭിച്ചിരിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്ന് ബോഡിയിൽ നിന്നും മൂന്നാം മേഖലയിൽ നിന്നും ഒക്കെ എത്തുന്ന വാഹനങ്ങൾ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ട ഒരു സാഹചര്യമാണ്. പൂർണ്ണ പരിഹാരം എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം. വയനാട് അമ്പലവയൽ പൊന്മുടിക്കോട്ട പ്രദേശത്തെ കടുവ ഭീതി ഒഴിയുന്നില്ല. കടുവയെ പിടികൂടാൻ ശ്രമിക്കാത്ത വനം വകുപ്പിനെതിരെ പ്രദേശവാസികൾ അനിശ്ചിതകാല സമരത്തിനൊരുങ്ങുകയാണ്. പ്രദേശത്ത് കൂടുകളും നിരീക്ഷണ ക്യാമറകളും സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പൊന്മുടിക്കോട്ട പ്രദേശത്തുകാരുടെ ഉറക്കം നഷ്ടമായിട്ട് 2 മാസമായി. ജോലിക്ക് പോകാനാകാതെ തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിലാണ്. നിരവധി വളർത്തുമൃഗങ്ങൾക്ക് നേരെയാണ് കടുവയുടെ ആക്രമണമുണ്ടായത്. സ്വകാര്യ വ്യക്തിയുടെ CCTVയിലും വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിലും കടുവയുടെ ദൃശ്യങ്ങൾ പലതവണ പതിഞ്ഞിരുന്നു. എന്നാൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് കടുവയെ പിടികൂടുന്നതിന് വേണ്ട നടപടികൾ ഉണ്ടായില്ല. മാനന്തവാടി പുതുശ്ശേരിയിലെ കടുവാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വനംവകുപ്പ് സ്ഥലത്ത് കൂട് സ്ഥാപിച്ചുവെന്ന് മാത്രം. പ്രശ്നപരിഹാരം ഉണ്ടാകാത്തതിനാൽ ശക്തമായ സമരത്തിലേക്ക് പോകാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. കാലങ്ങളായി ഇതിന്റെ ശല്യം ഇവിടെ തുടങ്ങിയിട്ട്, അതുകൊണ്ട് ആണ് ഞങ്ങൾക്ക് തൃപ്തരല്ലാന്ന് പറയാൻ കാരണം ഇവിടെ ഞങ്ങൾ പ്രദേശവാസികൾ തൊഴിൽ ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അന്നന്നത്തെ ആവശ്യത്തിന് എല്ലാവരും പണിക്ക് പോയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിന് വരെ ഞങ്ങൾക്ക് പോകാനുള്ള ഒരു സാഹചര്യം അല്ല കൂടെ ഉള്ളത്. ഇത് ഒരു സൂചന മാത്രമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇനിയും ഫോറസ്റ്റ് വേണ്ട വിധത്തിൽ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ അതിശക്തമായ സമരങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ആക്ഷൻ കമ്മിറ്റി എന്നുള്ള നിലയ്ക്ക് ഈ പ്രദേശത്തുള്ള ബഹുജനങ്ങളെ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് അതിശക്തമായി അത് റോഡ് ഉപരോധം തൊട്ട് മറ്റേതൊക്കെ രീതിയിലുള്ള സമരപരിപാടികൾ ഇത് വകുപ്പിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ അത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലേക്കും ഞങ്ങൾ പോകും. കൂടുതൽ കൂടുകൾ സ്ഥാപിച്ച് കടുവയെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. ന്യൂസ് 18 വയനാട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഡോക്യുമെന്ററി വിവാദം അനാവശ്യമെന്ന് ശശി തരൂർ MP. പണ്ടുകാലത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം സംസാരിച്ചിട്ട് കാര്യമില്ല. 20 വർഷം മുൻപുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഡോക്യുമെന്ററിയാക്കിയത്. സുപ്രീംകോടതി തന്നെ തീർപ്പാക്കിയതാണ്. അതിനാൽ ഉള്ളടക്കം വലിയ ചർച്ചയാക്കേണ്ട കാര്യമില്ലെന്നാണ് തരൂരിന്റെ അഭിപ്രായം. BBC ഡോക്യുമെന്ററി സംസ്ഥാന വ്യാപകമായി പ്രദർശിപ്പിച്ച് കോൺഗ്രസ് മോദി വിരുദ്ധ രാഷ്ട്രീയം ചർച്ചയാക്കുന്നതിനിടെയാണ് തരൂരിന്റെ ഈ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്. ഞാൻ പറഞ്ഞത് ഈ വിഷയത്തിൽ സുപ്രീം കോടതി തീരുമാനം എടുത്തു കഴിഞ്ഞു. നമുക്ക് നമ്മുടെ സ്വന്തം അഭിപ്രായം ഉണ്ടാവാം. പലവരും ഈ വിഷയത്തെക്കുറിച്ച് സുപ്രീം കോടതിയുടെ തീരുമാനത്തെക്കുറിച്ച് അസന്തുഷ്ടമായിരിക്കില്ല. പക്ഷെ ആ തീരുമാനം വന്ന ശേഷം പിന്നെ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്തിട്ടും കാര്യമില്ല. കാരണം നമ്മൾക്ക് മുന്നോട്ട് പോകണം. ഭാരതത്തിൽ വേറെ ഭയങ്കര കുറെ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെ നമ്മൾ എന്തായാലും പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഈ പണ്ടുകാലം സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾക്ക് ഭാരതത്തിൽ അത് ചർച്ച ചെയ്യാൻ ആവശ്യമില്ല എന്നാണ്. പക്ഷേ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, ചോദ്യം ചോദിക്കുമ്പോൾ ഉൾക്കൊള്ളറിയണ്ട. ഭാരതത്തിൽ നടക്കുന്ന ഓരോരോ വിവാദത്തിന് നമ്മൾക്ക് പങ്കെടുക്കാനുള്ള അവകാശമുണ്ട്. കാരണം ഈ ജനാധിപത്യത്തിനകത്ത് എല്ലാവർക്കും ഈ വിഷയത്തിലും ഏത് വിഷയത്തിലും അഭിപ്രായം ഉണ്ടാവാം. സെൻസർഷിപ്പ് പറഞ്ഞിട്ട് ഇങ്ങനെ അഭിപ്രായം പറയുന്ന സിനിമയെ നമ്മൾ കാണിക്കാൻ പാടില്ല, ഇതിനെ സാമൂഹ്യ മാധ്യമത്തിൽ ഇരിക്കാൻ പാടില്ല. അത് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇങ്ങനെ സെൻസർഷിപ്പ് നമ്മളുടെ ഭരണഘടനത്തിലേ ഇല്ലാത്തൊരു കാര്യമാണ്. ജനങ്ങൾ കണ്ടോട്ടെ, അവർക്ക് അവർ സ്വന്തം അഭിപ്രായം ഉണ്ടാവാം. സർക്കാർ വേണമെങ്കിൽ അതിന് ആ അഭിപ്രായത്തിന് അവർ പിന്നെ പിന്തുണ കൊടുക്കണ്ട. പക്ഷേ ആൾക്കാർക്ക് ഇഷ്ടം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനോ വായിക്കാനോ കാണാൻ സമ്മതിക്കാത്തത് അതെന്റെ അഭിപ്രായത്തിൽ നമ്മുടെ ജനാധിപത്യത്തിന് എതിരാണ്. ഡോക്യുമെന്ററി വിവാദത്തിൽ ഗൂഢാലോചന ആരോപിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ത്യ G20 അധ്യക്ഷ പദവി ഏറ്റെടുത്തതിന് പിന്നാലെയാണ് വിവാദമുണ്ടായത്. ഇന്ത്യ തകരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവരാണ് പ്രചാരണത്തിന് പിന്നിൽ. രാജ്യത്തിന്റെ യശസ് കളങ്കപ്പെടുത്താനാണ് ശ്രമം. കേരളത്തിലടക്കം വിഷയത്തിൽ അമിത പ്രാധാന്യം നൽകുന്നത് അത്ഭുതപ്പെടുത്തുന്നെന്നും ഗവർണർ. I really wonder at this mind of our own people who
are trying to attach more importance to opinion. Documentary is only a question of opinion. They are attaching more importance to the opinion of some foreign documentary makers, that to our old colonial masters, then giving importance to the verdict of the judiciary, the highest judiciary in India. I don't think this issue needs to be discussed anymore. It should be treated with the contempt it deserves. BBC ഡോക്യുമെന്ററി പ്രദർശനത്തെ എതിർത്ത് നടത്തിയ പ്രതിഷേധങ്ങൾക്കെതിരെ കേസ്. തിരുവനന്തപുരത്ത് മാനവീയം വീഥിയിലെയും പൂജപ്പുരയിലെയും പ്രതിഷേധങ്ങൾക്കെതിരെ കേസെടുത്തു. BJP യുവമോർച്ച നേതാക്കളെ പ്രതികളാക്കിയാണ് കേസ്. നിയമവിരുദ്ധ ഒത്തുകൂടൽ, സംഘർഷം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. പ്രദർശനത്തിനെതിരെ കേസെടുക്കില്ല. ഡോക്യുമെന്ററി പ്രദർശനം നിരോധിച്ച് ഉത്തരവില്ലെന്നും പോലീസ് പറഞ്ഞു. ഡോക്യുമെന്ററി വിവാദത്തിൽ അനിൽ ആന്റണി കോൺഗ്രസിലെ സ്ഥാനങ്ങൾ രാജിവെച്ചു. ട്വിറ്ററിലൂടെയാണ് രാജിപ്രഖ്യാപനം നടത്തിയത്. BBCയുടെ ഡോക്യുമെന്ററി രാജ്യത്തിന്റെ പരമാധികാരത്തിനെതിരാണെന്ന നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് രാജിപ്രഖ്യാപനം. നേതൃത്വത്തിന് ചുറ്റുമുള്ള ഉപജാപക വൃന്ദം മാത്രമാണ് ശരിയുടെ മാനദണ്ഡമെന്നും കത്തിൽ വിമർശനമുണ്ട്. നിലപാടിൽ ഉറച്ചു നിൽക്കുന്നെന്നും ഏറെ ആലോചിച്ചെടുത്തതാണ് രാജി തീരുമാനമെന്നുമാണ് അനിൽ ആന്റണിയുടെ പ്രതികരണം. ഐ എം ജോയിൻഡ് ബൈ അനിൽ ആന്റണി സർ. ഞങ്ങളോട് സംസാരിക്കാൻ നന്ദി. ഇന്നലെ സർ സപ്പോർട്ടിലാണ് വന്നത് BBC ഡോക്യുമെന്ററിയിൽ. ഇന്ന് റിസൈൻ ചെയ്തു കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന്. എന്താണ് കാരണങ്ങൾ? എന്താണ് വാട്ട് ട്രിഗർഡ് യു? ഞാനൊരു രാവിലെ ഒരു രാജിക്കത്ത് കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര നേതൃത്വത്തിനും കൊടുത്തിട്ടുണ്ട്, സംസ്ഥാന നേതൃത്വത്തിനും കൊടുത്തിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പല കാര്യങ്ങളും ഉണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു 24 മണിക്കൂറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതായത് ഞാൻ വളരെ ഇനോക്യസ് ആയിട്ട് വളരെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു ട്വീറ്റ് ചെയ്തത്. അത് ട്വീറ്റിൽ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. കോൺഗ്രസിൻ്റെ ഒരു നയത്തെയും ഞാൻ വിമർശിച്ചിട്ടില്ല. കോൺഗ്രസിൻ്റെ ഒരു നയത്തിനെതിരെയും ഞാൻ പറഞ്ഞിട്ടില്ല. ആകപ്പാടെ പറഞ്ഞിട്ടുള്ളത് രാജ്യത്തിൻ്റെ കോറായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ, ഇപ്പം അഖണ്ഡതയായാലും രാജ്യത്തിൻ്റെ പരമാധികാരമായാലും ഇതിനൊന്നും മുകളിൽ മറ്റാരും കയ്യേറാൻ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത് നല്ലതല്ല. അതൊരു നല്ല പ്രവണതയല്ല. ഇത്രയും മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതല്ലാതെ മറ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് കഴിഞ്ഞ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഈ കോൺഗ്രസ് ഇത് വളരെ നിരാശാജനകമായ ഒരു എൻവയോൺമെൻറ്റാണ്. അതായത് പലയിടത്തുനിന്നും വിളിച്ചിട്ട് ആ ട്വീറ്റ് പിൻവലിക്കണം, അല്ലെങ്കിൽ ഈ ട്വീറ്റ് പറയാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഇതിനെതിരെ ഞാൻ തിരുത്തി പറയണമെന്നെല്ലാം പറഞ്ഞ് ഒരുപാട് പേര് വിളിച്ചു. ഇന്ന് ഞാൻ പേരുകളൊന്നും പറയത്തില്ല. പക്ഷെ മറ്റൊരു സമയം ഞാൻ അതും ചിലപ്പോൾ രണ്ടിടത്തും. പക്ഷെ ഞാൻ എൻ്റെ ക്ലാരിഫിക്കേഷൻ വളരെ വ്യക്തമായിട്ട് ഞാൻ കൊടുത്തു. ഞാനത് ചെയ്യത്തില്ല എന്നും പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് വാളിലെ ഒന്നും ഞാൻ ഡിലീറ്റ് ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ പോയി വളരെ വ്യക്തമായിട്ട് നോക്കാം. കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു 12-15 മണിക്കൂറുകളായിട്ട് പലരും വന്ന് ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. വളരെ സംസ്കാരശൂന്യമായ ഭാഷയിൽ വളരെ അസഭ്യപരമായ ഒരുപാട് കാര്യങ്ങൾ ഒന്നൊന്നായി എഴുതുന്നു. അതുപോലെ കോളുകൾ വരുന്നു, വാട്സാപ്പ് മെസ്സേജുകൾ വരുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ ആരാണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. പക്ഷേ ഇങ്ങനെ ഇപ്പം ഇവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പറയുമ്പോഴത്തേനും ഇതുപോലെ തെറി വിളിച്ചും അസഭ്യം പറഞ്ഞും ഇങ്ങനത്തെ ഒരു സംസ്കാരശൂന്യമായ രീതിയിൽ ഇതുപോലെ ആൾക്കാരെ കൊണ്ടു നടക്കുന്ന ഒരു രീതിയിലേക്ക് ഈ കോൺഗ്രസ് പാർട്ടി അതപ്പതിച്ചു പോയതിൽ ഒരുപാട് വിഷമമുണ്ട്. അത് കാരണം ഇങ്ങനെ പല കാര്യങ്ങൾ കാരണമാണ് ഞാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ രാജിവെക്കുന്നതാണ് ഉചിതമെന്ന് വളരെ ബോധ്യത്തോടെ ഞാൻ രാജിവെക്കുന്നത്. കാര്യം ഞാൻ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് 3 വർഷം മുൻപാണ്. അതിനു മുൻപ് ഞാൻ 2017 ഗുജറാത്തിലാണ് ഞാൻ ആദ്യമായിട്ട് പ്രവർത്തിച്ച് തുടങ്ങിയത്. അത് ദേശീയ കോൺഗ്രസ് അധ്യക്ഷൻ സോണിയാഗാന്ധിജിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം നേരിട്ട് എന്നോട് പറഞ്ഞ കാരണമാണ് ഞാൻ 2017 ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ പ്രവർത്തിച്ചു തുടങ്ങിയത്. അത് കഴിഞ്ഞ് 2019 ബഹുമാനീയനായ അന്നത്തെ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാറും അതുപോലെ ഡോക്ടർ ശശി തരൂരും അവർ പറഞ്ഞ കാരണമാണ് ഞാൻ പ്രവർത്തിച്ചു തുടങ്ങിയത്. അന്ന് നമ്മൾ ഇതിനകത്ത് വളരെ നല്ലൊരു സിസ്റ്റവും വളരെ നല്ല വർക്ക് എത്തിക്സും പ്രൊഫഷണലിസവും ഉള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കി. അത് ഇങ്ങനത്തെ ഒരു രീതിയിൽ അതപ്പതിച്ചു പോയതിലും എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. അച്ഛനെ അറിയിച്ചോ തീരുമാനം? ഞാൻ പറഞ്ഞിട്ടില്ല. എന്താണ് അച്ഛന് ഈ തീരുമാനത്തിൽ എന്തെങ്കിലും ഡിഫറൻസ് കാണുമോ? എനിക്കറിയത്തില്ല. കാര്യം അദ്ദേഹം ഇപ്പോൾ ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞ് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിപ്പിക്കാൻ നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കാരണം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല ഈ കാര്യം. BJP പറയുന്നു ഇതൊരു ഉദാഹരണമാണ് കോൺഗ്രസിന്റെ ഇൻടോളറൻസിൽ. അതിനെന്ത് പറയുന്നു? BJPയുമായിട്ട് എനിക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ അവർ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് വിഷമത്തോടെ പറയേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്.
അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ കാണുന്ന ഇപ്പം പേരെടുക്കുമോ? സെൻട്രൽ ലീഡർഷിപ്പ് ആണോ അതോ സ്റ്റേറ്റ് ലീഡർഷിപ്പ് ആണോ? ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ ഇതിനപ്പുറം ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ ലെറ്ററിൽ ചില കാര്യങ്ങൾ ബോധ്യമാണ്. പക്ഷെ അത് ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഞാനത് കൂടുതൽ വ്യക്തതയോടെ പറയും. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനോട് എനിക്ക് വളരെ ബഹുമാനം മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഇന്ന് കാശ്മീർ മുതൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒരു ഉദ്ദേശത്തോടെ ഒരു നല്ലൊരു കാര്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ അനുയായികളെന്നും പറഞ്ഞ് നടക്കുന്ന ഇതുപോലത്തെ ആൾക്കാർ അദ്ദേഹം എന്തിനു വേണ്ടി നിൽക്കുന്നോ അതിനെയെല്ലാം നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇങ്ങനത്തെ അണികൾ അദ്ദേഹത്തിന് ഉണ്ടായിപ്പോയതിൽ എനിക്ക് അദ്ദേഹത്തിനോട് വളരെ ദുഃഖമുണ്ട്. വിവാദ ഡോക്യുമെന്ററി ഉയർത്തി വലിയ രാഷ്ട്രീയ നീക്കത്തിനൊരുങ്ങിയ കോൺഗ്രസിന് അപ്രതീക്ഷിത തിരിച്ചടിയാണ് അനിൽ ആന്റണിയുടെ വിമത നീക്കം. ഡോക്യുമെന്ററി വിഷയത്തിൽ ബിജെപി നിലപാടാണ് ശരിയെന്ന് ആവർത്തിക്കുന്ന അനിൽ പാർട്ടി നേതൃത്വത്തെയും കുറ്റപ്പെടുത്തിയാണ് പദവിയൊഴിഞ്ഞത്. രാജിക്ക് ശേഷവും അനിലിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള കടുത്ത നീക്കത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ. അതേസമയം വിഷയത്തിൽ പ്രതികരിക്കാതെ AK ആന്റണി ഒഴിഞ്ഞുമാറി. വിവാദ BBC ഡോക്യുമെന്ററി സംസ്ഥാന വ്യാപകമായി പ്രദർശിപ്പിച്ച് കോൺഗ്രസ് മോദി വിരുദ്ധ രാഷ്ട്രീയം ചർച്ചയാക്കുന്നതിനിടെയാണ് അനിൽ ആന്റണിയുടെ അപ്രതീക്ഷിത നീക്കം. നേരിട്ടും സമൂഹ മാധ്യമങ്ങളിലും കടന്നാക്രമിച്ചവർക്ക് മറുപടിയായാണ് അനിലിന്റെ രാജി. സ്നേഹത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് അവകാശപ്പെടുന്നവർ വെറുപ്പ് പ്രചരിപ്പിക്കുന്നുവെന്നാണ് അനിലിന്റെ പ്രതികരണം. ഭാരത് ജോഡോ യാത്ര പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ഇത് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കി. പദവിയൊഴിഞ്ഞെങ്കിലും അനിലിനെതിരെ വിമർശനം തുടരുകയാണ് നേതാക്കൾ. 2 വർഷത്തോളമായി പദവിയിൽ തുടരുമ്പോഴും അനിൽ ആന്റണി ഉത്തരവാദിത്തം നിർവഹിച്ചില്ലെന്നായിരുന്നു VT ബൽറാമിന്റെ വിമർശനം. രാജി മുഖം രക്ഷിക്കാനെന്നും ബൽറാം. വ്യത്യസ്തമായിട്ട് അനിൽ ആന്റണി എന്ന് പറയുന്ന വ്യക്തിക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അഭിപ്രായം അദ്ദേഹം മാറ്റാൻ തയ്യാറാവണം. അതിന് അദ്ദേഹം തയ്യാറാവാത്ത സാഹചര്യത്തിൽ അദ്ദേഹം സ്വയം രാജിവെക്കുന്നു. അദ്ദേഹത്തിന്റെ മുഖം സംരക്ഷിക്കാൻ വേണ്ടി രാജിവെക്കുന്നു എന്ന് മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ. അങ്ങനെ ഓരോരുത്തർക്ക് തോന്നുന്ന പോലെ വഴിയിലൊന്നും അഭിപ്രായം പറയാൻ ഒരു പാർട്ടിയിലും പറ്റില്ലല്ലോ. സ്വന്തം അഭിപ്രായങ്ങൾ ഇതാണ് എന്റെ സ്വന്തം അഭിപ്രായം എന്ന് പറയുന്ന പാർട്ടിക്ക് വിരുദ്ധമായിട്ട് അഭിപ്രായം പാർട്ടിക്കുള്ളൊരു നയമുണ്ട്, പാർട്ടിയുടെ നയം. അതിനെക്കുറിച്ച് അദ്ദേഹം അജ്ഞനാവേണ്ട ആവശ്യമില്ല, അതൊക്കെ അറിയാവുന്ന ഒരാളാണ്. നരേന്ദ്രമോദിക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിലും യാതൊരു വിധമായ സംശയവുമില്ല. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് വിഭിന്നമായ ഒരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ പ്രൊഫഷണലോ പൊളിറ്റിക്കലോ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുവാൻ ഒരാൾക്കും അർഹതയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രാജിയെ ഞാൻ വളരെ പോസിറ്റീവായി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ നിലപാട് കൂടി അദ്ദേഹം തിരുത്തി ഒരു കോൺഗ്രസ് അനുഭാവിയായി തുടരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വസ്തുതാപരമായ കാര്യങ്ങളാണ് BBC പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പൊ അതിനെ എല്ലാവരും നരേന്ദ്രമോദി അപലപിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആള് ഇന്നലെ ഒരിക്കലും കോൺഗ്രസിൽ അദ്ദേഹത്തിന് തുടരാനാവില്ല. വിവാദം കൊഴുക്കുമ്പോഴും വിഷയത്തിൽ പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് AK ആന്റണി. വലിയൊരു രാഷ്ട്രീയ വിവാദമായിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മോദിയുടെ കാര്യങ്ങൾക്ക് ഡോക്യുമെന്ററിയെ അനുകൂലിക്കുന്ന നിലപാട് ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിൽ അവസാനിക്കുമെന്ന അനിലിന്റെ വാക്കുകൾ BJPയും ആയുധമാക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. അനിൽ ആന്റണിയുടെ അഭിപ്രായം തള്ളി ശശി തരൂർ. ഡോക്യുമെന്ററി ഇന്ത്യയുടെ പരമാധികാരത്തെയോ സുരക്ഷയെയോ ബാധിക്കില്ല. എന്നാൽ ഡോക്യുമെന്ററി വിലക്കിയതിനെ അംഗീകരിക്കുന്നില്ലെന്നും ശശി തരൂർ പറഞ്ഞു. സുപ്രീംകോടതി തീരുമാനം പറഞ്ഞ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമില്ല. വിഷയം ഇത്ര വലുതാക്കേണ്ടിയിരുന്നില്ലെന്നും ശശി തരൂർ പ്രതികരിച്ചു. എനിക്ക് പ്രത്യേകിച്ച് ഈ അഭിപ്രായത്തിൽ യോജിപ്പൊന്നുമില്ല. പക്ഷെ അനിലൊരു നല്ലൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് പല കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ച് നോക്കിയിട്ട് എന്താ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളതാണ്. ഇപ്പോൾ ഒരു സെക്കൻഡ് പാർട്ടും വന്നിട്ടുണ്ട്. അത് ഈ കാലത്തെ കുറിച്ചൊരു കറന്റ് അഫയേഴ്സിന്റെയാണ്. അതിലും വീണ്ടും ഒരു തർക്കം വരാനുള്ള സാധ്യത ഉണ്ടാവും വിചാരിക്കുന്നു. ആ സെക്കൻഡ് റിപ്പോർട്ട് ഇപ്പോൾ 4-5 വർഷമായിട്ട് ഭാരതത്തിൽ നടക്കുന്ന രാഷ്ട്രീയത്തെ കുറിച്ചാണ് അവർ പറയുന്നത്. ഇനി ആർക്കാ പറയാൻ സാധിക്കുക? അവർക്കത് പറയാൻ അവകാശമില്ല എന്ന്. അവർക്ക് അവകാശമുണ്ട്. നമ്മൾക്കതിനെ കാണാനോ ഇഷ്ടപ്പെടാതിരിക്കാനോ നമ്മൾക്കും അവകാശമുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യം എല്ലാവർക്കും കൊടുക്കണം. അതാണ് നമ്മുടെ ഭരണഘടനത്തിൽ എഴുതിയിരിക്കുന്നത്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് സ്പീച്ച് എല്ലാവർക്കും ഉണ്ട്. കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വത്തിന്റെ ഉൽപ്പന്നമാണ് അനിൽ ആന്റണിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒരു വിഷയത്തിൽ പ്രതികരണം എങ്ങനെ വേണമെന്നതിനെക്കുറിച്ച് ഓരോരുത്തർക്കും ഒരു ദാർശനിക ഉള്ളടക്കം വേണം. ലോകം മുഴുവൻ ഡോക്യുമെന്ററി കാണണമെന്നാണ് CPMന്റെ അഭിപ്രായം. തനിക്കിഷ്ടപ്പെടാത്തത് കാണാൻ പാടില്ല എന്നത് സ്വച്ഛാധിപത്യമാണെന്നും MV ഗോവിന്ദൻ. നിങ്ങൾക്ക് ആദ്യം തന്നെ പ്രതികരിക്കുമ്പോൾ ആ പ്രതികരിക്കേണ്ടത് എങ്ങനെ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദാർശനികമായ ഉള്ളടക്കം വേണം. ആ ദാർശനികമായ ഉള്ളടക്കം
ഈ മൃദു ഹിന്ദുത്വ നിലപാടിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ, പ്രത്യേകിച്ച് അഖിലേന്ത്യാടിസ്ഥാനത്തിലൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിനനുകൂലമായ സാഹചര്യമാണ് അവരെടുക്കുക. അതാണ് കാണാൻ സാധിക്കുന്നത്. അതിപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ രാജ്യത്തിൻ്റെ മുമ്പിലേക്ക് വരുന്ന ആർക്കും ഇഷ്ടപ്പെടാതോ അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതോ അങ്ങനെ സാഹചര്യം ഉണ്ടാവാലോ. അങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രമേ കാണാൻ പാടുള്ളൂ, എനിക്ക് ഇഷ്ടപ്പെടാതെ ഒന്നും കാണാൻ പാടില്ല എന്ന് പറയുന്നത് സ്വേച്ഛാധിപത്യമാണ്. ഹിറ്റ്ലറുടെയും അതുപോലെ തന്നെ നാസിസത്തിൻ്റെയും ഭാഗമാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. സർവകലാശാല ഭേദഗതി ബില്ല് രാഷ്ട്രപതിക്ക് അയക്കുമെന്ന് ഗവർണർ. തന്റെ മുന്നിൽ മറ്റു വഴികളില്ലെന്നും ഗവർണർ. I am not challenging their authority. They have every right to change the law. But they will have to follow the procedure, and the procedure is that this must be done with the consultation of the central government. They can change the chancellor. It is up to them. For me, it is not an issue. But because it concerns the concurrent list, therefore I am duty bound to refer the matter for the consideration of the Honorable President. സംസ്ഥാന ബജറ്റ് അവതരണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ധവളപത്രമിറക്കാൻ UDF. ചരിത്രത്തിലെ വലിയ കടക്കണിയിലേക്ക് കേരളത്തെ തള്ളിവിട്ടത് സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന ആക്ഷേപവുമായാകും ധവളപത്രം ഇറങ്ങുക. 28-ന് പ്രകാശനം നടക്കുമെന്നാണ് സൂചന. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. GST നടപ്പിലാക്കി 5 വർഷം പിന്നിട്ടതോടെ കോമ്പൻസേഷൻ സെസ് എടുത്തു കളഞ്ഞതുവഴി 14% അധിക വരുമാനം കൂടി കണ്ടെത്തേണ്ട സാഹചര്യമാണ് സർക്കാരിനുള്ളത്. അതിനിടെയാണ് വരിഞ്ഞുമുറുക്കുന്ന ധനപ്രതിസന്ധി കൂടുതൽ തലവേദനയാകുന്നത്. വീണുകിട്ടിയ ആയുധം ഉപയോഗിച്ച് LDF സർക്കാരിനെ രാഷ്ട്രീയ പ്രഹരമേൽപ്പിക്കാനുള്ള നീക്കത്തിലാണ് പ്രതിപക്ഷം. ഇതിന്റെ ഭാഗമായാണ് ധവളപത്രമിറക്കാൻ തയ്യാറെടുക്കുന്നതെന്നാണ് സൂചന. 2020-ലും സമാനമായ രീതിയിൽ UDF ധവളപത്രം പുറത്തിറക്കിയിരുന്നു. നികുതി പിരിവ് എങ്ങനെ വർദ്ധിപ്പിക്കാം, പൊതുചെലവ് എങ്ങനെ ചുരുക്കാം തുടങ്ങിയതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളായിരുന്നു അന്നത്തെ ധവളപത്രത്തിൽ ഉൾപ്പെട്ടിരുന്നത്. എന്നാൽ 2 വർഷത്തിനിപ്പുറവും ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാകാതിരുന്നതാണ് ധനസ്ഥിതി കൂടുതൽ പരുങ്ങലിലാക്കിയതെന്ന വിമർശനമാണ് ധവളപത്രത്തിലൂടെ UDF ലക്ഷ്യം വെക്കുന്നത്. ധനകാര്യ രംഗത്തും ആസൂത്രണ രംഗത്തും അനുഭവപരിചയമുണ്ടായിരുന്ന വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ കൂടി കണക്കിലെടുത്താണ് പ്രതിപക്ഷ നീക്കം. CP ജോൺ ചെയർമാനായ ഫിനാൻസ് ആൻഡ് പ്ലാനിംഗ് സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം തയ്യാറാക്കുന്നത്. സർക്കാരിനെതിരായ കുറ്റപത്രമെന്ന പ്രചരണവുമായാകും ബജറ്റിന് മുന്നോടിയായി UDFന്റെ ധവളപത്രം പുറത്തിറങ്ങുക. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. ലഹരിക്കടത്ത് കേസിൽ CPM കൌൺസിലർ A. ഷാനവാസിന് കുരുക്കുമുറുകുന്നു. സുപ്രധാന തെളിവുകൾ ലഭിച്ചെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നു. ഷാനവാസിനെ വിളിച്ചുവരുത്തി DYSP ചോദ്യം ചെയ്തു. ആരോപണങ്ങൾ നിഷേധിച്ചാണ് ഷാനവാസിന്റെ മൊഴി. ഏരിയ കമ്മിറ്റി അംഗമെന്ന നിലയിലും പലരും തന്നെ ബന്ധപ്പെട്ടിരിക്കാമെന്ന് ഷാനവാസ് പറയുന്നു. പോക്സോ കേസ് അതിജീവിതയെ തിരിച്ചറിയാൻ കഴിയുന്ന വിവരങ്ങൾ പുറത്തുവിട്ട് നെടുങ്കണ്ടം പോലീസ്. മകളെ അച്ഛൻ പീഡിപ്പിച്ച സംഭവത്തിലാണ് പ്രതിയുടെ ചിത്രം പോലീസ് പുറത്തുവിട്ടത്. വാട്സ്ആപ്പ് വഴി ചില പോലീസുകാർ ചിത്രം പ്രചരിപ്പിച്ചു. പ്രതി ഇന്നലെ പോലീസിനെ വെട്ടിച്ച് കടന്നിരുന്നു. മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കുന്നതിനിടെ പ്രതി പോലീസിനെ വെട്ടിച്ചു കടക്കുകയായിരുന്നു. സംഭവത്തിൽ 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. നെടുങ്കണ്ടം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ഷാനു M. വാഹിദ്, ഷമീർ KB എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. രക്ഷപ്പെട്ട പ്രതിക്കായി തെരച്ചിൽ തുടരുകയാണ്. വധശ്രമക്കേസിൽ ലക്ഷദ്വീപ് മുൻ MP മുഹമ്മദ് ഫൈസലിന് ആശ്വാസം. MP കുറ്റക്കാരനാണെന്ന കവരത്തി സെഷൻസ് കോടതിയുടെ വിധി നടപ്പിലാക്കുന്നത് ഹൈക്കോടതി മരവിപ്പിച്ചു. സാമ്പത്തിക ഭാരം സൃഷ്ടിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലേക്ക് ജനങ്ങളെ തള്ളിവിടാൻ കൂട്ടുനിൽക്കില്ലെന്നാണ് ഉത്തരവിൽ കോടതിയുടെ പരാമർശം. വധശ്രമക്കേസിൽ ലക്ഷദ്വീപ് മുൻ MP മുഹമ്മദ് ഫൈസൽ ഉൾപ്പെടെ 4 പ്രതികളുടെ ശിക്ഷാവിധി നടപ്പിലാക്കുന്നതാണ് ഹൈക്കോടതി തടഞ്ഞത്. കവരത്തി സെഷൻസ് കോടതിയുടെ വിധി മരവിപ്പിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസിന്റെ ഉത്തരവ്. അധ്യാപകനായ MP-യുടെ സഹോദരൻ ഉൾപ്പെടെയുള്ള മറ്റു പ്രതികളുടെ ശിക്ഷാവിധി നടപ്പിലാക്കുന്നത് മരവിപ്പിച്ചെങ്കിലും കുറ്റക്കാരാണെന്ന സെഷൻസ് കോടതിയുടെ വിധി മരവിപ്പിച്ചിട്ടില്ല. എല്ലാ പ്രതികൾക്കും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാമെന്നും ഉത്തരവിലുണ്ട്. ഹൈക്കോടതിയുടെ വിധി കവരത്തി സെഷൻസ് കോടതിയിൽ എത്തിച്ച് ജാമ്യക്കാരെ ഹാജരാക്കിയാൽ ജയിലിലുള്ള MP ഉൾപ്പെടെ എല്ലാ പ്രതികൾക്കും മോചിതരാകാം. ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനോടും കോടതി വിയോജിച്ചു. ഉപതെരഞ്ഞെടുപ്പ് സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുമെന്നും അതിനോട് യോജിക്കുന്നില്ല എന്നുമാണ് ഉത്തരവിലെ പരാമർശം.
ഈ ഉത്തരവോടുകൂടി MP-യുടെ അംഗത്വം പുനഃസ്ഥാപിക്കാൻ സാഹചര്യമൊരുങ്ങി. ഈ കഴിഞ്ഞ 11-നാണ് കവരത്തി സെഷൻസ് കോടതി ലക്ഷദ്വീപ് മുൻ MP മുഹമ്മദ് ഫൈസൽ, സഹോദരൻ നൂറുൽ അമീൻ എന്നിവരടക്കം 1 മുതൽ 4 വരെയുള്ള പ്രതികൾക്ക് 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന മുഹമ്മദ് സാലിഹിനെ 2009-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു ശിക്ഷ. ന്യൂസ് 18 കൊച്ചി. ബഫർ സോൺ വിഷയത്തിൽ തീർപ്പാക്കാനുള്ള 5000-ഓളം പരാതികളിൽ 2995 പരാതികളും വയനാട് വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ടത്. ലഭിച്ച പരാതികളുടെ ബാഹുല്യമാണ് പരാതികൾ തീർപ്പാക്കാൻ വൈകുന്നതിന് കാരണം. സംസ്ഥാനത്തെ 82 തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിലെ എല്ലാ പരാതികളും തീർപ്പായപ്പോൾ 10 തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിൽ ഇനിയും പരാതികൾ തീർപ്പാകാനുണ്ട്. ബഫർ സോൺ മാപ്പിൽ ഒഴിവാക്കപ്പെട്ട നിർമ്മിതികളുടെ കൂട്ടിച്ചേർക്കലിനായി ലഭിച്ച ആകെ പരാതികൾ 65,106. തിങ്കളാഴ്ച വരെയുള്ള കണക്ക് പ്രകാരം ഇതിൽ തീർപ്പാക്കിയത് 60,032 എണ്ണം. 5,074 പരാതികൾ തീർപ്പാക്കാൻ ബാക്കി. ഇതിൽ 2,995 പരാതികളും വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ബഫർ സോണുമായി ബന്ധപ്പെട്ടെന്നാണ് വനം വകുപ്പിന്റെ കണക്ക്. ഇവിടെ ലഭിച്ച 16,543 പരാതികളിൽ 13,548 എണ്ണമാണ് പരിഹരിച്ചത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പരാതി വയനാട് വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ടായിരുന്നു. ഈ ബാഹുല്യമാണ് പരാതി പരിഹാരം വൈകാൻ കാരണവും. ഇവിടെ ബഫർ സോൺ പരിധിയിൽ വരുന്ന 9 തദ്ദേശ സ്ഥാപനങ്ങളിൽ സുൽത്താൻ ബത്തേരി നഗരസഭ, നെന്മേനി, പൂതാടി, പുൽപ്പള്ളി, മുള്ളൻകൊല്ലി, തിരുനെല്ലി പഞ്ചായത്തുകളിലാണ് പരാതികൾ തീർപ്പാക്കാൻ ബാക്കിയുള്ളത്. വയനാടിനെ കൂടാതെ പീച്ചി, പറമ്പിക്കുളം എന്നിവിടങ്ങളിലും പരാതികൾ പൂർണ്ണമായും പരിഹരിച്ചിട്ടില്ല. പീച്ചിയിലും പറമ്പിക്കുളത്തും 2 വീതം തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിലാണ് ഇനിയും പരാതികളുള്ളത്. മറ്റെല്ലാ സംരക്ഷിത വനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളും തീർപ്പാക്കിയിട്ടുണ്ട്. ബഫർ സോൺ പരിധിയിൽ വരുന്ന 92 തദ്ദേശ സ്ഥാപനങ്ങളിൽ 82 ഇടങ്ങളിലാണ് എല്ലാ പരാതികളും പരിഹരിച്ചത്. പരാതികളുടെ അടിസ്ഥാനത്തിൽ 77,427 നിർമ്മിതികൾ ഭൂപടത്തിൽ കൂട്ടിച്ചേർത്തു. ഏറ്റവും കൂടുതൽ കൂട്ടിച്ചേർക്കലുണ്ടായതും വയനാട് വന്യജീവി സങ്കേതത്തോടനുബന്ധിച്ചുള്ള പരാതികളിലാണ്. 16,335 നിർമ്മാണങ്ങളാണ് ഇവിടെ കൂട്ടിച്ചേർക്കപ്പെട്ടത്. ന്യൂസ് 18 തിരുവനന്തപുരം. ലേഡീസ് ബാൻഡ് പൂർണ്ണമാവുന്നു. വാർത്തകൾ ഇടവേളകളില്ലാതെ കാണാം ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ.